ഗൈസ്, വെൽക്കം ടു ലൈഫ് വിത്ത് രാഗിണി വൺസ് അഗെയിൻ. സുഖമാണ് എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ കഴിഞ്ഞ വീഡിയോ കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് വേറൊരു ചലഞ്ചാണ് കേട്ടോ. ഡയലോഗ് ചലഞ്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും അല്ലേ? പക്ഷേ ഇന്ന് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചലഞ്ചാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഗേളി പ്രോഡക്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഗേളി സ്റ്റഫ്സൊക്കെ അതിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനത് ഇവിടെ ഇടാം കേട്ടോ. അപ്പം അത് മഹേഷേട്ടൻ ഗസ് ചെയ്യണം. അപ്പം അതാണ് ഇന്നത്തെ ചലഞ്ച്. ഓക്കെ? അല്ല, അത് കോസ്മെറ്റിക്സ് ആണോ അതോ നോർമൽ യൂസ് പ്രോഡക്ട്സ് ആണോ, ഡെയിലി യൂസ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? മേക്കപ്പ് പ്രോഡക്ട്സ് അല്ല, മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നുമില്ല. അല്ലാണ്ട് നമ്മൾ ഗേൾസ് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഫോണിൽ ഓരോ ഫോട്ടോസ് മഹേഷേട്ടന് കാണിക്കും. ഞാൻ നിങ്ങൾക്കത് ഇവിടെ ഇടാം കേട്ടോ. കോസ്മെറ്റിക്സ് ആണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 500 കേട്ടോ. 500 ജയിച്ചു കഴിഞ്ഞാൽ 500 ലൈവായിട്ട് ഈ എനിക്ക് അയച്ചു തരണം. തോറ്റു കഴിഞ്ഞാൽ മഹേഷേട്ടൻ എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഡൺ. പക്ഷെ ഇത് ബോയ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല പ്രോഡക്ട്സ് ആണ്. ഞാൻ കോസ്മെറ്റിക്സിന്റെ ഓൺലൈൻ സ്റ്റോറ് ഞാനിന്ന് മാർക്കറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതല്ല, പക്ഷെ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സും ഗേൾസും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ഇടാട്ടോ. ഏതാ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ്. കുറേ നേരം നിൽക്കാൻ പാടില്ല കേട്ടോ. ഏറിപ്പോയൊരു 10 seconds. ഞാൻ പറഞ്ഞല്ലോ, കാണാത്ത സാധനങ്ങളാണ് ഞാൻ ഇടാൻ പോകുന്നത്. അല്ലല്ലോ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. ആണല്ലോ, അല്ലല്ലോ, ആയാലോ, ഒരു അല്ലോ ഒന്നും ഇടാൻ പാടില്ല. സൂം ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് തരാം. ഇത് ഉള്ളിൽ ഓട്ടുണ്ടോ? ഇങ്ങനെ ഇത് മറ്റേ പൈപ്പ് പോലെ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പൈപ്പ് പോലെ ഹോളോ ആണ്. ഹോളോ ആയിട്ടുള്ളൊരു സാധനം അറിയില്ല. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഐലൈനർ സ്റ്റാമ്പാണ് കേട്ടോ. നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐലൈനർ സ്റ്റെൻസിൽ അതുപോലെ ഒരു സാധനമാണ്. ഐലൈനർ സ്റ്റെൻസിൽ നമുക്കൊരു പോയിന്റ്സ് കിട്ടി. മഹേഷിന് വട്ടപ്പൂജ. എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഒരാളെ പറ്റിക്കരുത്. വിയർഡ് ആൻഡ് ഗേളി പ്രോഡക്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മറ്റേ ഹെയർ ഇങ്ങനെ കേളി ചെയ്യാനുള്ള സാധനമാണോ? അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഹെയർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കണം. അതായത് ഉദ്ദേശിക്കുന്ന ഹെയർ കേളർ ആണെന്നാണ്. ഹെയർ കളർ അല്ലെങ്കിൽ ഇങ്ങനെ ചുരുട്ടി വെക്കാൻ പറ്റിയ അങ്ങനെ അങ്ങനെ ഹെയർ കേളർ എന്നാണ് പറയണത്. അങ്ങനല്ല, എനിക്ക് അതിന്റെ പേരല്ല. അതാണ് പറഞ്ഞ ഹെയർ കേളർ ആണെന്നാണ് പറയണത് അല്ലേ? അല്ല, അങ്ങനല്ല. ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കേളായി വരും. അതന്നെ, അതല്ല ഉദ്ദേശിച്ചത്. റോങ്. ദിസ് ഇസ് കോൾഡ് ഹെയർ സ്റ്റാമ്പർ. അതായത് ഇപ്പം നമ്മൾ ഈ ചില ഗേൾസിനൊക്കെ ഇങ്ങനെ ഹെയറിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു ഹെയർ നമ്മളിപ്പോൾ എടുത്തു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റേപ്ലർ ഒക്കെ പോലത്തെ ഒരു സാധനമാണത്.
നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മെർമെയ്ഡ് സ്റ്റിക്കേഴ്സ്, ഇതിപ്പം മെർമെയ്ഡിൻ്റെ ഹെയർ സ്റ്റാമ്പറാണ് കേട്ടോ. അപ്പം അങ്ങനെ വെറൈറ്റി ഓഫ് സ്റ്റാമ്പേഴ്സ് ഉണ്ടാവും. അപ്പം അതിലിങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ഇപ്പം മെർമെയ്ഡ്സ്, ഡിസ്നി, ബാർബി, അങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ടാവും, സിൻഡ്രല്ല. അപ്പം മനസ്സിലായോ? ഇപ്പൊ നോക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ഓരോ ഹെയറിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ 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 സ്റ്റാമ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടി വരും. വെറൈറ്റി പ്രോഡക്ട്സ്. ശരിക്കും ഇവിടെ നാട്ടിലുള്ള സാധനം തന്നെയാണോ അതോ പുറത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പുറത്ത് നാട്ടിലൊന്നല്ല, എവരി വേർ ഗേൾസ് ആർ ഗേൾസ്. അതുകൊണ്ടല്ലേ ദുബായിലുണ്ടായിരുന്ന ആളാ. 2020 യു ഷുഡ് ബി അപ്ഡേറ്റ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് 2 പോയിന്റ് എനിക്ക് കിട്ടും മക്കളെ. നെക്സ്റ്റ് പ്രോഡക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്ലൂ ആണ്. മുഖത്തിന് തേക്കുന്നതാണ്, അതെനിക്കറിയാം. മുഖത്ത് തേക്കുന്നതാണ്. അല്ല ഇജ്ജ് ഭയങ്കര പ്രശ്നം. കാരണം ഞാൻ നേരത്തെ കളറാണ് വെച്ചിട്ട് 100% ശരിയായ മാതിരിയാണ്. ഞാൻ കളറല്ലേ ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനത്തെ സംസാരം വേണ്ട. വേണ്ടെങ്കിൽ വേണോ, ഇല്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം, അല്ലെങ്കിൽ മുണ്ടാതിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എനിക്ക് പോയി. അത് വളരെ റോങ് ആയിട്ട് ഇത് സംഭവം മൊത്തം ചോദിക്കുന്ന സാധനമാണ്. ഗ്ലോബ് ഇതെന്താ ഈ സാധനം? ഈ ഗ്ലോബ് പോലത്തെ സാധനം എന്താണ്? അത് ജെല്ലി സാധനം, ജെല്ല് പോലത്തെ, സോപ്പൊക്കെ പോലത്തെ സോപ്പ്, അല്ലെങ്കിൽ ഒരു ഫൈബറിന്റെ പോലത്തെ സാധനം. അതിങ്ങനെ തേക്കുക ചെയ്യണം. എവിടെ? മുഖത്ത്. എന്തിന്? ഒരു അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാനാവും, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അതിനൊക്കെ മാർക്ക് വേണം. അതന്നെ സംഭവം. ഒരു മാർക്ക് കൊടുക്കാം. അത് ഇത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോളറാണിത്. അതായത് ഇപ്പം ഇത് ഐസാണിത്. നമുക്ക് ഐസ് വെക്കാവുന്നതാണ്. നമ്മളിതിൽ വെള്ളം വെക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലോവേറ ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ജെല്ല് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുക്കും. നമ്മൾ മുഖത്തിങ്ങനെ ഒരച്ച് കഴിഞ്ഞാൽ നന്നായി ക്ലീൻ ആവും, നമ്മുടെ സ്കിന്ന് നന്നായി എക്സ്ഫോളിയേറ്റ് ആവും. അപ്പം അതാണ് ഈ സാധനം. മനസ്സിലായി? 1 പോയിന്റ് കിട്ടും. അടുത്തുണ്ടല്ലോ. എത്ര ഉണ്ട്? 15 പ്രോഡക്ട്സ് ഉണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോർച്ച്. ഇത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണോ? എവിടെ കൂടെ പ്രഗ്നൻസി ടെസ്റ്റ്? ടോർച്ചിന്റെ ലൈറ്റ് വരുന്നത് കസ്റ്റഡി. ഇങ്ങനെ ടൈറ്റ് ഷെഡ്യൂളൊന്നും ചെയ്യരുത് കേട്ടോ. ടൈറ്റ് ആയിട്ടുള്ള പരിപാടികളൊന്നും. വേണമെങ്കിൽ എക്സാമ്പിൾ ക്ലൂ തരാം. ഇത് ആക്ച്വലി കൂടുതൽ ആൾക്കാർ പുറത്തത്തെ ആൾക്കാരൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. നമ്മളങ്ങനെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ യൂസ് ചെയ്യണത്. പക്ഷെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് നോക്കണ്ട, ബ്രാൻഡ് ഇതൊന്നും നമ്മൾ യാതൊരു ഇതുമില്ല. പേര് വെച്ചിട്ടൊന്നും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. അങ്ങനെ കാണാത്ത സാധനങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കണ്ട സാധനം ഇട്ടേക്ക് 500 പോകൂലേ? അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചു. ഇതൊന്നും ഞാൻ ഇല്ലെന്നെ. പാട്ടേ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ച ആളാ ഞാൻ. എന്ത് തോട്ട് തുന്നം പാടി നാണം കെട്ടില്ലേ. ഞാൻ പെട്ടെന്ന് കേൾക്കാൻ ബാറ്ററിയിൽ ഓടുന്ന സാധനം എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ ഫേസിന്
ഫേസ് ക്യാരക്ടറിസ്റ്റിക്കിനെ ഒരു മോഡിഫൈ ചെയ്യാനുള്ള ഒരു സാധനം. ഈ ഇവിടെ ഇങ്ങനെ കളർ വരാൻ വേണ്ടിട്ട് ഇവിടെ കളർ ഇതാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കണം. ഈ മറ്റേ ബ്ലഷ് പോലത്തെ ബ്രഷിന്റെ ബ്ലഷ് ആ കളർ ഇങ്ങനെ വരും. ഓക്കെ, ബ്രഷ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പ്രേ പോലെ ഇങ്ങനെ അടിച്ചിട്ടുള്ള. ഓക്കെ, ശരിയോ? റോങ്. ഇത് ലിപ് പ്ലംബർ ആണ്. ഓക്കെ, അതായത് ഈ മൂൾ ഭാഗം, ഈ റെഡ് ഭാഗം വെച്ചിട്ട് നമ്മള് ലിപ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് പ്ലംപ് ആവുന്നതാണ്. അങ്ങനെ അങ്ങനത്തെ ഒരു സാധനമാണ്, അങ്ങനത്തെ ഒരു മെഷീനാണത്. അല്ല, അങ്ങനെ മെഷീനിലും ചെയ്യാം. ഇങ്ങനെ ലിപ് കപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ്. സെമിനോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് എളുപ്പമാണ്. ഇത് മറ്റേ മെൻസ്ട്രൽ ടൈമിൽ നമ്മൾ വെക്കുന്ന സാധനം എന്തായാലും ടോംബൺ അതന്നെ സംഭവം. ഇതാണ് ഒരു മെൻസ്ട്രൽ കപ്പിനൊക്കെ പകരം ഉപയോഗിക്കണ, പാഡിനൊക്കെ പകരം. എന്നിട്ട് അത് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യണ. ഉറപ്പിച്ചോ? അതന്നെ സാധനം. ഉറപ്പിച്ചോ? അതന്നെ സംഭവം തന്നെ, ഉറപ്പാണ്. ആണ്. ഓക്കേ, റൈറ്റ്. ടാംപോൺസ്. ഇത് നമ്മുടെ ടാംപോൺസ് ആണ്. മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ സാനിറ്ററി പാഡിനൊക്കെ പകരം അതേപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടാംപോൺസ്. ഇത് ഞാൻ ഇവിടെ സ്കോർ പിമ്പിള് മറച്ചു വെക്കുന്ന സാധനം. ഈ മുഖക്കൂരൊക്കെ വരുമ്പോ അത് ഒപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതന്നെ പിമ്പിൾ. ഉറപ്പിച്ചോ? എന്ത് കഷ്ടമാണത്. അതിലേതെങ്കിലും ഒന്നാണ് എനിക്കൊരു മാർക്കാണ് കേട്ടോ. അല്ല, ഉറപ്പിക്കണം ഏതെങ്കിലും ഒന്ന്. നിപ്പിൾ ഷീൽഡ് ആണോ അതോ നിപ്പിൾ ഇതാണോ അതോ ആക്നി പാച്ച് ആണോ? മുഖക്കുരൊക്കെ അതാണ് ആക്നി പാച്ച്. അതാണ്. ഉറപ്പിച്ചോ? പിമ്പിൾ പാച്ച്. ഓക്കെ, റൈറ്റ്. ഇത് നമ്മുടെ പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിമ്പിള് കുറഞ്ഞു വരും. അതിൻ്റെ മാർക്ക് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ സ്പോട്ട് കുറഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് കറക്റ്റ് ഉത്തരം വന്നിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഇത് മുടി ഇതാക്കാനുള്ളത്. മുടി പിന്നാനുള്ളത്. പിന്നെ പണ്ട് നമ്മളിങ്ങനെ മൂന്നായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പിന്നിടില്ലേ, എന്നിട്ട് അതിനുള്ളത്. അതായത് ബ്രെയ്ഡ് ചെയ്യാനുള്ളത്, നമ്മളെ മുടി മടയാനുള്ളത്. ഞാൻ രാത്രിയൊക്കെ മടയണ പോലെ മുടി ഇങ്ങനെ പിന്നിടൂലേ നമ്മള്. ഈ 4 ഓട്ടയിൽ കൂടി മുടി ഇടും. എന്നിട്ട് ഇങ്ങനെ ഒരു ക്ലൂ ആണെങ്കിൽ തരാം. ഇത് 4 ഒരു ഒറ്റ സാധനമല്ല. ഇതൊന്ന് അങ്ങനെയാണ്. ഫോട്ടോ അല്ലാണ്ട് എനിക്ക് സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ ഇത് പിന്നെ ഇതിന്റെ ഒപ്പം വരുന്ന കണ്ടുപിടിക്കുന്നത് മുടീന്റെ എന്തോ ആണ് അല്ലേ? അതന്നെ, ഇത് മുടി ഇതാക്കാനുള്ളത്. ഇതിന്റെ ഉള്ളില് ഇത് മുടിയുമേ വെക്കാനുള്ള സാധനം. പിന്നെ ഇങ്ങനെ സ്ലൈഡ് പോലെ വെക്കണം. അത് കഴിഞ്ഞിട്ട് മുടി ഇട്ട് റോൾ ചെയ്യാനുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഇങ്ങനെ കേൾ ചെയ്യാൻ. അത് കേളർന്നാണ് പറഞ്ഞു തരുന്നത്. കേളർന്നോ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം കേൾ ചെയ്യാനുള്ളത്. ഇങ്ങനെ
ഓക്കെ, കേൾ ചെയ്യാനാണോ അതോ നമ്മൾ കെട്ടി വെക്കാനാണോ സ്ട്രെയിറ്റ് ചെയ്യാനാണോ? അത് നമ്മൾ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നില്ലേ സ്ക്രഞ്ചീസ്, അതേപോലത്തെ ആണോ? അതേപോലെ ഇത് ഇങ്ങനെ ചെയ്യണത്, മുടി വെറുതെ കെട്ടി വെക്കാം. ഇങ്ങനെ ഈ സാധനത്തിന് വരെ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കാം. വലിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്റെ കൺഫ്യൂഷൻ ഒക്കെയാണ്, അതാണ് പ്രശ്നം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ്, വേറെ ആൾക്കാർ നീ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ശരിയാണോ? പിന്നെ എനിക്ക് കുറച്ച് എന്റെ മനസ്സിലുള്ള വേർഡന്നെ വരണം. ഞാൻ പറഞ്ഞല്ലോ, കേളറാണോ സ്ക്രഞ്ചി ആണോ സ്ട്രെയിറ്റ്നർ ആണോ? സ്ക്രഞ്ചി അല്ല, സ്ക്രഞ്ചീസ്. നമ്മുടെ ഈ ബണ്ണില്ലേ, നമ്മള് മുടി കെട്ടി വെക്കണ ബണ്ണ്, അതാണോ അതോ ഇത് വെച്ച് ചുരുട്ടി കഴിഞ്ഞാൽ ഹെയർ കേൾ ആവുന്ന സാധനമാണോ അതോ സ്ട്രെയിറ്റ്നർ ആണോ? ഇത്രയും പറഞ്ഞാണ്. ഈ സാധനം ഉണ്ടായതുകൊണ്ട് സ്ട്രെയിറ്റ്നർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഉണ്ട് എന്തിനാ? സ്ട്രെയിറ്റ്നർ. ഉറപ്പിച്ചു? റോങ്. കളർ. കഷ്ടമാണ്, കാരണം ഇതിന്റെ ഉള്ളില് മറ്റേ ഇട്ടിട്ട് തിരിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് വെച്ചിട്ട് ഇത് ഈ ക്ലിപ്പ് അതിന്റെ മുകളിൽ വെക്കാനുള്ള സാധനം. എന്ത് കഷ്ടാണ് ഇത്. വൺ ഷോകല്ലേ? ഞാൻ 3 ഓപ്ഷൻസ് കൊടുത്തു. കേളർ ആണോ സ്ട്രെയിറ്റ്നർ ആണോ അതോ സ്ക്രഞ്ചി ആണോ? ഞാൻ കേളർന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കാര്യമില്ല, ആണെങ്കിൽ ആരെ മാർക്ക് തരാം. ഔദാര്യം വേണ്ട. ഓക്കെ, അവന്റെ മാർക്ക് വേണ്ട. നെക്സ്റ്റ്. ഇത് മറ്റേത് ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസസ് ഒക്കെ കേൾക്കൂട്ടോ. ഞങ്ങൾ ഇവിടെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. മുഖത്ത് ഇങ്ങനെ ഇത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പൗഡർ പഫ് അല്ല, കോമ്പാക്ട് പൗഡർ പഫ്. പാലയാണ് അതിന്റെ ബ്രാൻഡിന്റെ അല്ല. ഇത് മറ്റു സാധനമാണല്ലോ, ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചേക്കണേ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. ഇത് ഇവിടെ ഒട്ടിച്ചേക്കണത് നമ്മളെ നിപ്പിൾ ഷീൽഡ് അങ്ങനത്തെ ആണെന്നാണ് നിപ്പിൾ കവർ. അല്ലെങ്കിൽ മറ്റേ മുഖത്താണ്. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാണണം, അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ കണ്ടിട്ടില്ല എന്റെ വീട്ടില്. നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കണല്ലോ. അപ്പൊ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ഇവിടെ കണ്ടിട്ടില്ലേ? അതിന്റെ കോമ്പാക്ട് പൗഡർ അല്ലല്ലോ. അപ്പൊ ഏതാ? നിപ്പിൾ ഷീൽഡ്. ഓർപ്പിച്ചോ? ഓക്കെ, റൈറ്റ്. നിപ്പിൾ കവർ. ഇത് മറ്റേ സാനിറ്ററി പാഡ്. ഉറപ്പിച്ചോ? ഈ ഷേപ്പ് കണ്ടാ അറിയാം സാനിറ്ററി പാഡാണ്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അല്ല, റോങ്. ദിസ് ഇസ് പാന്റി ലൈനർ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. പാന്റി ലൈനർ എന്ന് വെച്ചാൽ നമ്മുടെ പാന്റീസിൽ വെക്കുന്നതാണ്. ഇപ്പം നമുക്ക് വജൈനൽ ഡിസ്ചാർജോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെൻസ്ട്രൽ കപ്പൊക്കെ വച്ചിട്ടും ചിലപ്പം ഈ സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ല. ചിലവർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലേ, ഉണ്ടാവോ എന്തെങ്കിലും സ്പോട്ട്സ് കാണോ, അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നമ്മുടെ പാന്റീസിൽ ഒട്ടിച്ച് വെക്കുന്നതാണ്. ഓക്കെ, അല്ല, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പം ഇതിൽ നമ്മുടെ ബ്ലഡ്, അതായത് നമ്മുടെ പീരീഡ് ടൈമിലുള്ള ബ്ലഡ് ഫുള്ള് അല്ല, ഇതിൽ അത്രയും ബ്ലഡ് അബ്സോർബ് ചെയ്യില്ല. അല്ല, ഇത് പാന്റി ലൈനർ ആണെന്ന്. ഇതിന്റെ പേര് അതാണെന്ന്. ഇപ്പൊ ക്രിക്കറ്റ് ബോളും ബാറ്റും ഒന്ന ക്രിക്കറ്റിന് കളിക്കുന്ന സാധനം തന്നെയല്ലേ, പക്ഷെ അപ്പൊ അതാണിത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഈ മെൻസ്ട്രൽ ടൈമിൽ, പീരീഡ്സ് ടൈമിലൊക്കെ ഇപ്പൊ നമുക്ക് ചിലവർക്ക് ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ചില സ്പോട്ട്സ് കാണുമോ, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞു, നമ്മുടെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാലും ചിലവർക്ക് ഒരു സംശയമൊക്കെ ഉണ്ടാവില്ലേ, ഡോട്ട് ഉണ്ടാവോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ പാൻറ്റിയിലാവണ്ട, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പാൻറ്റി ലൈനർ വയ്ക്കാം. അതേപോലെ വജൈനൽ ഡിസ്ചാർജ് ഒന്നും നമ്മുടെ പാൻറ്റിയിലാവണ്ട, അങ്ങനത്തെ ഒക്കെ, അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഹൈജീനിക് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പാൻറ്റി ലൈനേഴ്സ്. ഓക്കെ.
പുതിയ അറിവുകൾ. ഇതെനിക്കറിയാം. എന്നാ പറയും. ഇതെനിക്കറിയാം. ഇത് മറ്റേ ഹീറ്റ് ചെയ്യണം. മറ്റേ അടിവയറ്റിൽ നമ്മൾ ഈ പീരിയഡ്സിൻ്റെ ഒക്കെ സമയത്ത് വയറിന് വേദന ഉണ്ടെങ്കിൽ വെക്കും. അതെനിക്കറിയാം. ഉറപ്പ്. ഇതെങ്ങനെ അറിയാം? ഇതെനിക്കറിയാം. ഞാൻ കണ്ടിട്ടില്ല. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മേടിച്ചെന്ന് വിചാരിച്ചു. അതേമാതിരി മറ്റേ മസാജ് മേടിച്ചെന്നിട്ടില്ല. നിങ്ങളറിയണം, ഇത് മേടിച്ചെന്നിട്ടില്ല. അല്ല, അങ്ങനെ കണ്ടതാണെന്ന് പറയാം. എനിക്കൊക്കെ പീരീഡ്സ് ആകുമ്പോൾ ഇവിടെ വേദനിച്ച് ഞാൻ സഹിച്ച് മറ്റേ കരച്ചിലും ബഹളമായിരിക്കും. എന്നാലും ഒരു കാര്യമില്ല. നമ്മുടെ പീരീഡ്സിനൊക്കെ നമുക്ക് വേദന ഉണ്ടാവുമ്പം നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് നമ്മുടെ വയറിൻ്റെ അടിവയറ്റിൻ്റെ ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹീറ്റ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഹീറ്റ് ബാഗ്, ഹോട്ട് ബാഗൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഹോട്ട് ബാഗ് കഴിച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കണം, അല്ല ഒഴിക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ന്യൂവാന്ന് പറഞ്ഞ കമ്പനീൻ്റെ കേട്ടോ. നമ്മളപ്പോൾ അത് നമ്മുടെ താഴെ അടിവയറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഹീറ്റ് നമ്മുടെ വയറിൽ ഒരു 5 to 6 hours ഒക്കെ ഉണ്ടാവും. നമുക്കപ്പോൾ ഒരു സുഖം ഉണ്ടാവും, നല്ലൊരു സുഖം ഉണ്ടാവും. നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഇത് എനിക്കറിയാം. ഈ ഒരു ദിവസം ഉപയോഗിച്ചാൽ മറ്റേ നെയിൽ പോളിഷ് ഒക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ വെക്കുന്നത്. ആ മറ്റേ ക്യൂടെക്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കുത്തി തിരികെ വെച്ചിട്ട് ഇങ്ങനെ ഇടണേ. ഉറപ്പിച്ചോ? ആണ്. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ ക്യൂടെക്സ് അതിൻ്റെ കുപ്പി വെച്ചിട്ട് അപ്പോൾ അത് ഇങ്ങോട്ട് പോകില്ല. എന്നിട്ട് ഇങ്ങനെ ഇടുന്നത്. ഞാൻ ബിന്ദു ഒക്കെ ചെയ്യണത്. ഓപ്പോളും ഞങ്ങളാരത് ഉപയോഗിച്ചിട്ടില്ല. ദൈവമേ, ഞാൻ തന്നെ ഈ പ്രോഡക്റ്റ് ആദ്യമായിട്ട് കണ്ടേ. ഞാൻ എന്തായാലും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അത് ഇത് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മളെ വീടിന്റെ അടിയിലുള്ള റൂമില് ആ മറ്റേ നമ്മളുടെ കട്ടും ഇരുന്നിട്ട് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അത് ഞാൻ എന്നിട്ട് ചോദിക്കും ചെയ്തു. സാധനം കറക്റ്റ് ആണ്. വെയറബിൾ നെയിൽ പോളിഷ് സ്റ്റാൻഡ് എന്നൊക്കെ നമുക്കിപ്പോൾ പറയാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയിൽ പോളിഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നെയിൽ പോളിഷ് നമുക്ക് നെയിൽ പോളിഷ് ഇടാം. ഞാനും അത് ആദ്യമായിട്ട് അന്ന് കണ്ടത്. അപ്പൊ ഞാൻ കണ്ടതൊക്കെ ഇത് മൂത്രയിക്കണം പെണ്ണുങ്ങൾക്ക്. ഉറപ്പ് എന്നോളാം. അങ്ങനത്തെ ഈസി സാധനങ്ങൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡ് ആൻഡ് പി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണിത്. നമുക്ക് ആണുങ്ങളെ പോലെ ലേഡീസിന് ഇപ്പം നിന്ന് നമുക്കിപ്പം ടോയ്ലറ്റ് ഒക്കെ ഒരു വൃത്തിയില്ലാത്ത ടോയ്ലറ്റ് നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത് മറ്റേ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തേക്കണല്ലേ, സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിട്ട്. അതിന്റെ ഇതാണത്. അതല്ലാണത് നമ്മളെ ബാർബർ ഷോപ്പിലൊക്കെ ഉണ്ടാവണത്. നമ്മുടെ മീശയും താടിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തേക്കില്ല ബാർബർ ഷോപ്പിൽ ഒരു കല്ല്. ഈ സാധനമാണത്. എങ്ങനെ തേക്കും, അങ്ങനെ തേക്കും. തണുപ്പാ ഉണ്ട്. പണ്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എനിക്കറിയില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനം. ഇതൊരു തണുപ്പാണ്. ഇങ്ങനെ അങ്ങനെ ആക്കണം. അപ്പോൾ അഥവാ എന്തെങ്കിലും മുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. അങ്ങനെ ഒരു യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധനം റെഡിയാണോ? ആ കല്ലാണത്. ഒരു കല്ലാണിത്. അത് തന്നെ ആലം സ്റ്റോൺ എന്നാണ് ഞാൻ പറയാ. ആലമാണോ അബുവാണോ എനിക്കറിയില്ല. നമ്മളെ ലേഡീസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കാന്ന് വെച്ചാൽ അണ്ടർ ആമിൽ തേക്കാനാണ്. അതായത് അപ്പം നമുക്ക് ആ ഒരു വൃത്തിയായിട്ടൊരു ഓർഡർ ഉണ്ടാവില്ല, ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ തേച്ച് ഇങ്ങനെ അണ്ടർ ആമിൽ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആലം സ്റ്റോണ് തേക്കുക. പക്ഷേ ഈ പറഞ്ഞൊരു യൂസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. മണല്ല ഇതിന്, ഒരു ചെറിയ സ്മെല്ല് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് ആലം സ്റ്റോൺ. സംഭവം ഒരു തണുപ്പാണ്. ഈ മുറി ആയോടത്താണ് കൂടുതൽ തേക്കുക. കഴിച്ചേക്കുള്ള കാര്യമാണത്. ആലം സ്റ്റോമാണോ എനിക്കറിയില്ല. ജിമ്മിലിങ്ങനെ വലിക്കണല്ലോ. ഇത് ചെറുതാണോ? നാക്കുവടിയാണോ? പിന്നെ എനിക്ക് 67% ഓഫോ. നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടേക്കാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിലും അവൈലബിൾ ആണിത്. കുറച്ചുകൂടി മോളിക്കാൻ വേണ്ടി
എക്സാമ്പിൾ. കാണിച്ചോളൂ. ഇവിടെ കിളികളുടെ ഒക്കെ ശബ്ദം കേൾക്കൂട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കുറെ കാക്കേൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു. ഇത് മസാല കഴുത്തിൽ ചെടിയൊക്കെ കളയാം. ഉറപ്പിച്ചോ? ആ മസാജർ മസാജറല്ല, ഞാൻ ചെടിയൊക്കെ കളയാം. ക്ലീൻ ചെയ്യണത്, ക്ലീൻ ചെയ്യണ സാധനം. ഉറപ്പിച്ചു? റോങ്. നമ്മുടെ ഇതെങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനുള്ള സാധനമാണ്. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ചളി കളയുക, ഹെയർ റിമൂവൽ ഇസ് ഡിഫറെൻറ്റ്. നമ്മുടെ ഇവിടുത്തെ അപ്പർ ലിപ്പ് ആയിട്ടുള്ള ഹെയറും പിന്നെ ഇവിടെ ഉള്ള ചിലവർക്ക് ഇവിടെ കൂടുതൽ ഹെയർ ഒക്കെ ഉണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ആണത്, പ്രോഡക്റ്റാണത്. ഇങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ അവിടെ ഇത് സ്റ്റിക്കർ പോലത്തെ. അതെ, പക്ഷെ സ്റ്റിക്കറാണ്. ഓക്കെ, എവിടെയാണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറയണം. എവിടെയെങ്കിലും. ഓക്കെ, ഒരു ക്ലൂ തന്നെ. എന്ത് ക്ലൂ? സ്റ്റിക്കറാന്ന് പറഞ്ഞില്ലേ, അതൊരു ക്ലൂ അല്ലേ? വലിയൊരു ക്ലൂ അല്ലേ? നോർമൽ ഇതാണോ പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യണോ? നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് പാർട്ടിൽ യൂസ് ചെയ്യാം, നോർമലി യൂസ് ചെയ്യാം. ഇത് മറ്റേ പ്രൈവറ്റ് പാർട്ടല്ല കേട്ടോ, സ്റ്റിക്കർ. എനിക്ക് മനസ്സിലായി, മറ്റേ സാധനം ഒട്ടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോ ഹെയർ പോണത്. നമ്മുടെ വാക്സ് പോലെ ചെറിയ കയ്യുമ്മേലുള്ള ചെറിയത് അങ്ങനെ വലിച്ചിട്ട് എടുക്കണം അല്ലേ? അല്ലേ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഇനി പോയാലും മതി. ഇത് നമ്മളുടെ ഒരു സ്റ്റിക്കറാണ്. നമുക്ക് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പം ഡ്രസ്സ് ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പം കാണില്ലേ, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ. പിന്നെ നമ്മളിപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് നമ്മുടെ ഡ്രസ്സസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാറ്റൊക്കെ ഉള്ളപ്പോൾ പറന്നൊക്കെ പോകില്ലേ, അപ്പം നമുക്ക് അങ്ങനത്തെ അങ്ങനെ വേണ്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ അത് നമ്മൾ സ്ലിപ്പൊക്കെ ഇടില്ലേ നമ്മുടെ ഉള്ളിൽ, അതൊക്കെ കാണണ്ട അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് ഇൻവിസിബിൾ ടേപ്പാണ്, അപ്പോൾ നമുക്ക് ഒട്ടിച്ച് വെക്കാം. വെറുതെയാണോ ചുമ്മാ ആ പെണ്ണുങ്ങൾ? കഴിഞ്ഞോ? വൈദ്യുതി വരുന്നു. എത്ര പോയിന്റായി? കാര്യമില്ല, ചോദിച്ചില്ലല്ലോ. എനിക്ക് പ്രാന്തര അതൊക്കെ അറിയണതാന്ന് എനിക്കറിയാലോ. അപ്പം ഞാൻ പോയിന്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. 8 out of 15. എന്ത് ഏറ്റവും കൂടുതൽ പോയിന്റ്? ഏറ്റവും തെറ്റിയതാരുടെ? ഏറ്റവും കൂടുതലായതാരുടെ? 8ഉം 7ഉം. അല്ല, ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഇതിലിടാന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഗേളി പ്രോഡക്ട്സ് ഗസ് ചെയ്യാനുള്ളതിൽ ആരാ ജയിച്ചിരിക്കുന്നേ? പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇങ്ങനത്തെ ഭയങ്കര ചില സാധനങ്ങളൊക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീൽസൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടിയാണ്. മറ്റത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മറ്റേ സ്റ്റിക്കർ ഞാൻ വിചാരിച്ചു ശരിക്കും മറ്റേ ഹെയർ റിമൂവറാണെന്ന്, അങ്ങനത്തെ സ്റ്റിക്കറും ഉണ്ട്. പക്ഷേ ഇതൊരു രക്ഷയില്ല. ഈ ടോർച്ച് പോലത്തെയൊക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നത്. ചുണ്ട് ഇങ്ങനെ വീർപ്പിക്കാനെന്നൊക്കെ പറയും. ഇങ്ങനത്തെ സാധനങ്ങളല്ലേ, ചില്ലറ കളികളൊന്നും അല്ല കേട്ടോ അവരുടെ ഉള്ളത്. ഇനി എന്തൊക്കെ ഉണ്ടാവും? ഓക്കെ, ഇനി ഉണ്ടാവും. അപ്പൊ നമ്മള് വേറൊരു ചലഞ്ചായിട്ട് നമ്മൾ വേഗം എത്തുന്നതായിരിക്കും അല്ലേ? റെഡി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ₹500. ബൈ.